ജോജി ചേട്ടൻ്റെ വരവ്, ഡയറക്ഷൻ ബൈ ഷാജി കൈലാസ്, കംബാക്ക് അടിക്കും എന്നാണ് തോന്നണ കേട്ടോ. ഒരു കിണ്ണം കാച്ചി കിട്ടിലോസ്കി ടീസർ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ലൊരു സ്റ്റാർ കാസ്റ്റും കാണുന്നുണ്ട്. അർജുൻ അശോകൻ, അത് കൂടാതെ ഇതിനകത്തത് സാനിയ, അസീസ് നെടുമങ്ങാട്, ഇതാരാ നമ്മുടെ, അതെ പുള്ളി തന്നെ അല്ലേ, അതെ ആണല്ലോ അല്ലേ, വിനീത് ശ്രീനിവാസിൻ്റെ നമ്മുടെ പടത്തിലുള്ള മച്ചാൻ പുള്ളിയിലിത്, പുള്ളി പിന്നെ കൊള്ളാലോ, എല്ലാവരും ഉണ്ടല്ലോ. ഇത് പഴയ നമ്മുടെ നടിയല്ലേ, അതെ ബൈജു ചേട്ടൻ. കുറേ നാൾക്ക് ശേഷം ഇവരെയൊക്കെ കാണുന്നുണ്ടല്ലോ. അർജുൻ്റെ ലുക്കും കൊള്ളാം, താടി വളർത്തിയ. ഇത് ഷമ്മി തിലകൻ്റെ മോൻ തന്നെയല്ലേ, ആണല്ലോ. അങ്ങനെ കുറേ പേരെല്ലാവരും കൂടിയാണ് വരവ്. സംഭവം കലക്കും തോന്നുന്നുണ്ട്. സംഭവം പൊളിച്ചു, നല്ല ചോരക്കളിയെ വരുന്നതെന്ന് മനസ്സിലായി. ഇതൊക്കെ ഒരു ജസ്റ്റ് ടീസർ വന്നിട്ടുള്ളൂ. ടീസറിൽ തന്നെ 2 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. മനസ്സിലായില്ല എന്താ സാധനം എന്നുള്ളത്. ആനമോർഫിക്കും സ്കോപ്പും സ്വിച്ചിങ് കണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ. ഒന്നെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രി ഈ ആനമോർഫിക് പരിപാടി നിർത്തണം, അല്ലെങ്കിൽ ആനമോർഫിക് സ്ക്രീൻ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യടേ. എന്തോരം തിയേറ്റർ പുതിയത് പണിയാണ്, എവിടെയെങ്കിലും ഒരു ആനമോർഫിക് സ്ക്രീൻ സെറ്റ് ചെയ്തുകൂടെ എന്നാ. ഇതുണ്ട് ആനമോർഫിക് ഷോട്ടാണ് ഇത് കാണുന്നത്, അന്യായ ആനമോർഫിക് ഷോട്ട്. ഇതൊരു ബെൻഹർ ലെവല് ആനമോർഫിക് സാധനം വന്നുകൊണ്ട്. ഓൾഗ പ്രൊഡക്ഷൻസ്. വേറെ ആരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒളിച്ചേർത്ത്. ഇതാരും മുരളിഗോപിയാണോ അത്? അത് മുരളിഗോപി അല്ലേ? അല്ലേ മുരളിഗോപി അല്ലേ ഇത്? മുരളിഗോപിയാണെന്നാണ് തോന്നണത്. മറ്റേ ദീപക് പാറമ്പോലി, ഇപ്പോഴാണ് പേര് കിട്ടിയ പെട്ടെന്ന് വെച്ചാൽ. എവിടെ ദീപക് പാറമ്പോലി തന്നെയാണ്. അതെ ഇത് നമ്മുടെ സരിക, നമ്മുടെ ഇതിലെ നടിയല്ലേ, ലാലേട്ടൻ്റെ മറ്റേ വീൽ ചെയറിൽ നിന്ന് ചാടിയതേക്കണ. ഇത് ഞാൻ പറയില്ലേ, ഇത് എനിക്ക് വലിയ ഇഷ്യൂ ആണ് ഇപ്പം ആഫ്റ്റർ കൊറോണ. നമ്മുടെ ലാലേട്ടൻ്റെ കിഡിലോസ്കി പടം, ആൽഫി, ചന്ദ്രലേഖയിലെ നടിയല്ലേ ഇത്? എനിക്കിപ്പോൾ നിന്ന് ആലോചിച്ച് ചന്ദ്രലേഖ ഓർത്തെടുക്കാൻ പറ്റണല്ല. മെമ്മറി ലോസ് ആണ് തോന്നുന്നു. മാങ്ങത്തുലി വലിയ സ്ക്രീനാണ് ആഫ്റ്റർ കൊറോണ. മറ്റേ എന്ത് സാധനമാണ് അത് തന്നെ ഓർമ്മ വന്നില്ല. കോവാക്സിനാ കോവിഷീൽഡ്, അതടിച്ചത് പണിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തോന്നണത്. എന്തായാലും രേഖയ്ക്ക് ശേഷം വിൻസിക്ക് ഒരു നല്ല റോള് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കണത് ഈ സിനിമയിൽ. എന്തായാലും നല്ല ഷോട്ട്സ്, ഗെയിം ഓഫ് സർവൈവൽ. ഒരാൾ തൂങ്ങി ആടുന്നു, മറ്റേ തേങ്ങാ കുലകൾ ആടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫെൻസിൻ്റെ മുകളിൽ കിടന്ന ഒരാൾ ആടുന്നു, ഡെഡ് ബോഡി. കൊള്ളാം. മൊത്തത്തിൽ ചോരക്കളി വെട്ട് പരിപാടിയാണ്. അടി പൊടി പൂരണമെന്നുണ്ട്. പിന്നെ ജോയിച്ചേട്ടൻ പിന്നെ ഒരു പർവ്വതമായതുകൊണ്ട് നമുക്ക് ജോയിച്ചേട്ടൻ വന്ന് 10 പേരെ ഇട്ടാലും നമുക്ക് വിശ്വസിക്കാം. അതിനുള്ള ആളുണ്ട്, അതിനുള്ള മുതലുണ്ടെന്ന് പറയാം. ഇപ്പം അത് ഈ ഡോറൊക്കെ ചവിട്ടിയാൽ എനിക്കൊന്ന് ജോയിച്ചേട്ടൻ ചവിട്ടിയ ഡോർ നിറച്ച് പോകും. അത് നമുക്ക് വിശ്വസനീയമാണ്. ഷാജി കൈലാസിൻ്റെ കൂടെ ജോയിച്ചേട്ടൻ അസോസിയേറ്റ് ചെയ്യുന്ന ഇത് പൊള്ളിയായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നത് ഒരു കിണ്ണം കാഴ്ച സാധനം. AK സാജൻ, പഴയ ആൾക്കാർ. ഷമീർ മുഹമ്മദ് ഫിലിം എഡിറ്റർ, അത് കാണാനുണ്ട്. ട്രെയിലർ കട്ട് ചെയ്തേക്കണമെന്ന് ഷമീർ തന്നെയാണെന്ന് അറിയില്ല. എന്തായാലും ഷമീർ ബ്രോയുടെ എഡിറ്റിങ് കിടലായിരിക്കും, ഫാസ്റ്റ് കട്ട്സ് ഒക്കെ കിടുവായിരിക്കും. S ശരവണൻ ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി. എല്ലാം പണ്ടത്തെ ആൾക്കാരും കൂടെ ഒരു പൊരിക്കാൻ ഇറങ്ങണമെന്നാണ് തോന്നുന്നത്. നെയ്സി റെജി, പ്രൊഡ്യൂസ്ഡ് ബൈ ചേട്ടൻ. പിന്നെ പറയണം, മുണ്ടൂത്തിലൊക്കെ സെറ്റാണ്. എന്തായാലും നമ്മുടെ സാനിയക്കും നല്ലൊരു റോള് കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. നല്ലൊരു റോള് കിട്ടട്ടെ. വരവ് എന്തോ കാര്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ പണി പാർട്ട് 2 കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതും ജോയിച്ചേട്ടൻ തന്നെയാണ് ഇത്തവണ ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. മ്യൂസിക് ബൈ സാം CS, പ്രൊഡക്ഷൻ കൺട്രോൾ വിനോദ് മംഗലാത്ത്, ഷമീർ മുഹമ്മദ് എഡിറ്റർ,
ഇവിടെ ഫുള്ള് ടെക്നിക്കൽ സൈഡൊക്കെ സെറ്റാണെന്ന് തോന്നട്ടെ. യെല്ലോ ടൂത്ത്സ്, മഞ്ജു ഗോപിനാഥ്, ലിജു പ്രഭാകർ, കളറിസ്റ്റ് എല്ലാം പണിയറിയാവുന്നവരും കംപ്ലീറ്റ്. ഇനി സംഭവം നൈസായ മാത്രം മതി. ആരാണ് റൈറ്റർ ഇവിടെ? വേർ ഇസ് ദ റൈറ്റർ? പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, റൈറ്റർ, സോറി, AK സാജനിലെ റൈറ്റർ. ഓക്കെ. അപ്പോൾ എന്തായാലും സാധനം വരട്ടെ. ട്രെയിലർ വരാൻ കിടക്കുന്നു. ടീസർ പൊരിച്ചടി, കിട്ടില്ല ടീസർ. എനിക്ക് പേഴ്സണലി വർക്കായി ടീസർ. കിട്ടില്ല സാധനം. നല്ല ക്വാളിറ്റി ട്രെയിലറുമാണ്, ടീസറുമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 4K. അപ്പോൾ പൊളി. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതിലും ചേട്ടൻ പൊരിക്കും എന്ന് എനിക്ക് തോന്നണം. ജോയിച്ചാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എന്തായാലും പണിയിൽ പുള്ളി വേറെ ലെവലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ ക്യാരക്ടർ. അതിനുശേഷം ചേട്ടന ചില വെറുപ്പീര് പടത്തിൽ പോലും പുള്ളി കാരണം ഞാൻ ഈസി ആയിട്ട് കണ്ടിരുന്നായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരിക്കലും മോശം ആയിട്ട് അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല. നന്നായിട്ട് തന്നെ അഭിനയിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. വാണി വിശ്വനാഥ്, ബാബുരാജ്, വാണി വിശ്വനാഥ്. ഇപ്പോൾ വാണി വിശ്വനാഥ് ഇതിനകത്ത് കാണിച്ചില്ലല്ലോ. കാണിച്ചായിരുന്നു എവിടെയെങ്കിലും? അത് ഞാൻ കണ്ടില്ലല്ലോ. ബാബുരാജ്, വാണി വിശ്വനാഥ്, ഭാര്യയും ഭർത്താവും ഉണ്ട് ഇതിനകത്ത്. പൊളി. മുരളി ഗോപി ഇതേ എഴുതിയിട്ടുണ്ട്. മൈ ഗോഡ്. അപ്പോൾ ഇനി ഒരുപാട് കലൈ കിങ്സ്റ്റൺ ഇവിടെ സ്റ്റൺസ് ചെയ്തേക്കണ എത്ര പേരാന്ന് അറിയാമോ? ഇതെന്താ ഫുൾ മലയാളം ഇൻഡസ്ട്രി ഒത്തുകൊണ്ടാ? സ്റ്റൺ സിൽവ, കലൈ കിങ്സ്റ്റൺ, ഫീനിക്സ് പ്രഭു, രാജശേഖർ മാസ്റ്റർ, എന്താണ് തവസി രാജ്, മാഫിയ ശശി, ജാക്കി ജോൺസൺ. ഇനി ആരെങ്കിലും ഉണ്ട് ഇനി വേറെ? ഇനിയിപ്പോൾ മറ്റേ പീറ്റർ ഹൈൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ? ബാക്കി എല്ലാവരും ഉണ്ടല്ലോ ഇതിനകത്ത്. ഇതെന്തോട് ഇത്? വെറുതെ അല്ലട്ടോ സ്റ്റൺസ് ലുക്ക്. 1 2 3 4 5 6 7 സ്റ്റൺ മാസ്റ്ററാ. എന്താണ് ഇത്? അപ്പോൾ ഇതൊരു സംഭവം. ഓഡിയോഗ്രഫി രാജകൃഷ്ണൻ, MR രാജകൃഷ്ണൻ. ഓഡിയോഗ്രഫി അതായത് സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സും MR രാജകൃഷ്ണൻ. ടോപ്പ് നോച്ച് ടെക്നിക്കൽ ടീമും ഉണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് VFXും, മാർക്കറ്റിംഗ് ആൻഡ് വിഷ്വൽ പ്രൊമോഷൻസ് സ്നേക്ക് പ്ലാന്റ് LLP. സോറി, VFX അല്ല, പിക്ചോറിയൽ VFX .VFX സ്റ്റുഡിയോസ്. നല്ല VFX സ്റ്റുഡിയോസാണ്. ഇവിടെ പണിയറിയാവുന്ന ആൾക്കാരുണ്ട് മൊത്തം. സാധനം പൊരിക്കാനുള്ള വകയുണ്ട്. ഇത് തകർക്കും എന്ന് എനിക്ക് തോന്നാൻ. എൻ്റെ മനസ്സ് പറയാണ് ഇത് പൊളിക്കുമെന്ന്. ഇത് പൊളിക്കേണ്ട സാധനമാണ്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ള താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീസർ തന്നെ പൊളി. ട്രെയിലർ വരട്ടെ. വരികയാണെങ്കിൽ ഞാൻ കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. സിനിമ ഞാൻ എന്തായാലും ഫസ്റ്റ് കാണും. പൊളി സാധനം, പൊളി. 2026 തന്നെയാണ്. അപ്പോൾ ഡേറ്റ് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്യട്ടെ. ഡേറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ. ആരൊക്കെയും കണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഹാപ്പി വിഷു. ടാറ്റ.